ആ ദൈവീകമായൊരു ദർശനം നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അതിനെന്ത് വേണം? ഈ മനസ്സിന്റെ മായ നീക്കണം. അതിനെങ്ങനെ മായ നീങ്ങുക? എങ്ങനെയാ മായ നീക്കാൻ പറ്റുക? മായ എന്ന് പറഞ്ഞാൽ എന്താണ്? വാസന. മായ എന്ന് പറഞ്ഞാൽ എന്താണ്? വാസന. വാസനയുടെ സ്വഭാവം എന്താണ്? ഉള്ളിലുള്ള ഭഗവാനെ മറക്കുക, വേണ്ടാത്ത ദുരിതങ്ങളും ദുഃഖങ്ങളും വേണ്ടാധീനങ്ങളും ഒക്കെ കാണിച്ചു തരിക. വേണ്ടാത്ത ഒക്കെ നമുക്ക് കാണിച്ചു തരും. ആരെ കാണിച്ചു തരില്ല? ആരെ കാണിച്ചു തരില്ല? സിനിമ കാണാറില്ലേ നിങ്ങള്? സിനിമ കാണാറില്ലേ? സിനിമ സ്ക്രീനിലാണ് വരുന്നത് അല്ലേ? പക്ഷെ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു സ്ക്രീനിലാണ് വരുന്നതെന്ന് നിങ്ങൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിയും കൂടെ പോയി. എന്നാൽ ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ എവിടെയാ വരുന്നത്? പറയൂ. ഒരു സ്ക്രീനിലാണ്. ആണോ? അതൊരു സ്ക്രീനിലാണ് സംഭവിക്കുന്നതെന്ന് ആ കഥയിൽ മുഴുകുമ്പോൾ നിങ്ങൾ വല്ലതും അറിയുന്നോ? പിന്നെ നിങ്ങൾ എന്താ കാണറിയും എന്നൊക്കെ പറഞ്ഞ് ഓരോ സങ്കടമുള്ള കഥകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കടന്ന് മൂക്കൊക്കെ വലിച്ച്, ആണോ? ചിലരാണെങ്കിൽ കണ്ണുനീരൊക്കെ ഒപ്പും സങ്കടമൊക്കെ ആവും. ആണോ? എന്താ മിണ്ടാത്ത നിങ്ങള്? ആണോ അല്ലയോ? അപ്പൊ ഇതൊരു സ്ക്രീനിൽ നടക്കുന്ന വിവരം നമ്മൾക്ക് അറിയാം. പക്ഷെ നമ്മൾ ആ കഥയിലേക്ക് മുഴുകുമ്പോൾ അതെല്ലാം മറന്നു പോകുന്ന പോലെ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ മായ ഉള്ളിലുള്ള ഭഗവാന്റെ വെളിച്ചത്തെ മറപ്പിക്കും. വേണ്ടാത്ത ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യും. അതുകൊണ്ട് മായയെക്കുറിച്ച് പറയുമ്പോൾ പറയും, രാമായണത്തിൽ പറയും, ആവരണ വിക്ഷേപം രണ്ടുണ്ടല്ലോ എന്ന്. ഒന്ന് സത്യത്തെ മറയ്ക്കുക, രണ്ട് വേണ്ടാത്ത ദുരിതങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്ന സ്വഭാവം ആർക്കുണ്ട്? മായയ്ക്കുണ്ട്. അപ്പൊ ഈ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? ഒരു വഴിയേ ഉള്ളൂ. എന്താ വഴി? ജപിച്ച് 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 മനസ്സിനെ ഒരു പരുവത്തിലാക്കണം. അങ്ങനെ മനസ്സ് അവസാനം നാമത്തിലേക്ക് മുഴുകുമ്പോൾ കുറെ കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഭഗവാനെ അതേ മനസ്സ് തന്നെ കാണിച്ചു തരും. മനസ്സിലായില്ലേ?